ഹരേ കൃഷ്ണ, ജയ് ശ്രീറാം. ഹനുമാൻ ചാലിസ ചൊല്ലിയിടുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഹനുമാൻ ചാലിസ വെറും ഒരു സ്തോത്രകൃതിയല്ല. ഭക്തി, ധൈര്യം, വിനയം, ജ്ഞാനം തുടങ്ങി എല്ലാ ശ്രേഷ്ഠഭാവങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള ഒരു കവാടമാണത്. ഈ ശ്രേഷ്ഠഭാവങ്ങളുടെ എല്ലാം മൂർത്തിമത് ഭാവമാണ് ഹനുമാൻ സ്വാമി. വളരെ സരളമായി രചിക്കപ്പെട്ട 40 വരികളിലൂടെ ഗോസ്വാമി തുളസീദാസാണ് ഹനുമാൻ ചാലിസ രചിച്ചത്. ഹിന്ദിയുടെ ഉപഭാഷയായ അവധിയിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഹനുമാനെ കീർത്തിക്കുന്ന ഒരു സ്തുതിഗീതം മാത്രമല്ല അത്, നമ്മുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശം കൂടിയാണ്. ഹനുമാനെ സ്മരിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള സ്വന്തം ഉൾക്കരുത്തിനെ ഉണർത്തിക്കൊണ്ടുവരിക എന്നാണ്. ശരിയായതിനെ മാത്രം കൃത്യമായി തിരഞ്ഞെടുക്കാനുള്ള വിവേകം ഉദിക്കുന്നു. മനസ്സ് പൂർണ്ണമായും ഈശ്വരനുള്ള സമർപ്പണമായി മാറുന്നു. അങ്ങനെ ഈശ്വര കൃപ നിർബാധം നമ്മളിലേക്ക് ഒഴുകിയെത്താൻ അവസരമുണ്ടാകുന്നു. ഇതിലെ ഓരോ ശ്ലോകവും ഒരു കണ്ണാടിക്ക് സമമാണ്. അതിലോരോന്നിലും പ്രതിഫലിച്ച് കാണുന്നതും നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളാണ്. സ്നേഹത്തോടും ലക്ഷ്യബോധത്തോടും കൂടി ജീവിക്കാൻ ഹനുമാൻ ചാലിസ നമുക്ക് വഴികാട്ടി തരുന്നു. എല്ലാവരും ഹനുമാൻ ചാലിസ നിത്യവും ശ്രദ്ധയോടെ വായിക്കൂ, മനനം ചെയ്യൂ. അതിലെ സന്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ. അവ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി വേരുറപ്പിക്കട്ടെ. എവിടെയാണോ ഹനുമാൻ സ്മരിക്കപ്പെടുന്നത് അവിടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും നിഷ്കാമ സേവനത്തിൻ്റെയും പ്രതിരൂപങ്ങളായി ശ്രീരാമസ്വാമിയും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും ഉണ്ടായിരിക്കുന്നതാണ്. സ്വാമി സ്വരൂപാനന്ദ ഹനുമാൻ ചാലിസ ചില ഉൾക്കാഴ്ചകൾ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഹനുമാൻ ചാലിസയുടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഓരോ ശ്ലോകവും എടുത്ത് അതിൻ്റെ അർത്ഥസഹിതം വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ചിന്മയ മിഷൻ അത് പുസ്തക രൂപത്തിൽ ഇറക്കുന്നുണ്ട്. അർത്ഥസഹിതം ഹനുമാൻ ചാലിസ മനസ്സിലാക്കാനായിട്ട് അത് നന്നായി ഉൾക്കൊള്ളാനും ഈ പുസ്തകം ശരിക്കും ഒരുപാട് ഉപകരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു.